നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന അധ്യായമാണ് പറയാൻ പോകുന്നത്. ഇന്ന് ആദ്യം ചെയ്യുന്നത് പേജ് നമ്പർ 10 വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ വായിക്കാം, സ്ക്രീനിൽ എന്ത് ചെയ്യാം, ഫോട്ടോ ഷെയർ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്, ബാഗിൻ്റെയോ? പ്രിയ ബ്രോട്ട് എ ബാഗ് ആൻഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slipper and the price of the bag? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രിയ 1100 രൂപയ്ക്കാണ് എന്ത് വാങ്ങിയത്, ഷൂ വാങ്ങിയത്. അതേപോലെ തന്നെ ചെരുപ്പും വാങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം നമുക്ക് രണ്ടിനും വില അറിയില്ല. അപ്പോൾ ആദ്യം എഴുതി പ്രൈസ് ഓഫ് ഷൂസ്, ചെരുപ്പിൻ്റെ വില. ചെരുപ്പിൻ്റെ വില എന്തെന്നറിയില്ല, എക്സ്. നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ഓഫ് ബാഗ്, പ്രൈസ് ഓഫ് ബാഗ്, ബാഗിൻ്റെ വില. ബാഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വില എത്രയാണോ അതിൽ കൂടെ എത്ര കൂടിയതാണ്, 300 കൂടിയതാണ്. അപ്പോൾ എക്സ് പ്ലസ് 300. ഈ ചെരുപ്പും ബാഗും കൂടിയിട്ട് ആകെ എത്ര രൂപയായി, 1100. അപ്പോൾ ചെരുപ്പിൻ്റെ വിലയും ബാഗിൻ്റെ വിലയും തമ്മിൽ കൂട്ടിയപ്പോൾ ആകെ 1100 രൂപ 1100 രൂപയായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെരുപ്പിൻ്റെ വില എന്ത്, ബാഗിൻ്റെ വില എന്ത്? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്, എക്സ് കൂടെ എക്സ് കൂട്ടിയ 2x പ്ലസ് 300 ഈക്വൽ ടു 1100 കിട്ടും. ഇനി പ്ലസ് 300 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്. അപ്പോൾ 2x ഈക്വൽ ടു 1100 മൈനസ് 300. അപ്പോൾ 2x ഈക്വൽ ടു 1100 300 പോയാൽ ബാക്കി 800. 2x 2 ഇൻറ്റു ആണ്, ഇൻറ്റു ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ. എക്സ് ഈക്വൽ ടു 800/2 ഈക്വൽ ടു 400. ഈ 400 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ആരാ, ചെരുപ്പ്. അപ്പോൾ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസിൻ്റെ വില എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ലിപ്പേഴ്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്കിൽ സ്ലിപ്പർ എന്നാണ്, അപ്പോൾ സ്ലിപ്പർ എന്ന് കൊടുക്കാം. സ്ലിപ്പറിൻ്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്, 400 രൂപയാണ് സ്ലിപ്പർ. ഇനി നമുക്ക് ചെരുപ്പിൻ്റെ വില കിട്ടി. ഈ ചെരുപ്പിൻ്റെ വില എക്സ് ആണ്. ഈ എക്സ് 400 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ബാഗിൻ്റെ വിലയായി. അപ്പോൾ ബാഗ് സമം എക്സ് പ്ലസ് 300 ഈക്വൽ ടു എക്സ് എത്രയാണ്, 400 പ്ലസ് 300 സമം 700. അപ്പോൾ ഒരു ബാഗിൻ്റെ വില 700 രൂപ, ഒരു ചെരുപ്പിൻ്റെ വില 400 രൂപയാണ് വരിക. രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, 2 നമ്പേഴ്സ് ഉണ്ട്. 2 നമ്പേഴ്സ് നമുക്ക് ഏതാണെന്ന് അറിയില്ല. അപ്പം നമ്പേഴ്സ്, സംഖ്യകൾ ഞാൻ എക്സ് എന്നും വൈ എന്നും എടുത്തു. ഈ 2 സംഖ്യകൾ എന്ത് ചെയ്ത്, കൂട്ടി സം ചെയ്തു. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 26ഉം ഈ 2 സംഖ്യകൾ തമ്മിൽ കുറച്ച് ഡിഫറൻസ് കണ്ടപ്പോൾ എത്രയും കിട്ടി, 4ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 2 സംഖ്യകൾ ഏതൊക്കെയെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 സംഖ്യകളെ ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ കൊടുത്തു. ഇനി ഈ 2 ഇക്വേഷനിൽ കൂട്ട് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26, അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ എക്സിനെ 0 ആക്കണം, അല്ലെങ്കിൽ വൈനെ 0 ആക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം ആലോചിച്ച് നോക്കുക, ഇവിടെ കൂട്ടി എന്ന് വിചാരിക്കുക. ഇവിടെ എക്സും തമ്മിൽ കൂട്ടുമ്പോൾ എക്സ് പ്ലസ് എക്സ് എന്താ വരിക, 2x. കൂട്ടുമ്പോൾ എന്താവണില്ല, 0 ആവണില്ല. ഏതെങ്കിലും ഒരു ലെറ്റർ 0 ആയിട്ട് പോകണം. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്താവില്ല, 0 ആവില്ല. അപ്പോൾ കൂട്ടി, അപ്പോൾ എക്സ് 0 അല്ല, വൈ 0 ആവാൻ നോക്കണം. അപ്പോൾ വൈ 0 ആവാൻ വൈ പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇട്ടാ പ്ലസ് മൈനസ് വൈ, പ്ലസ് മൈനസ് എന്താണ്, മൈനസ്. അപ്പോൾ വൈ മൈനസ് വൈ എന്തായി, 0 ആയി.
അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേം എന്താക്കാൻ പറ്റും? 0 ആക്കാൻ വേണ്ടി പറ്റും. ആലോചിക്കുക, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഒരു ടേം എന്തായി പോകണം? 0 ആയി പോകണം. അപ്പോൾ കൂട്ടുമ്പോൾ y 0 ആയി. അപ്പോൾ 2x ഈക്വൽ ടു 26 + 40 30. x ഈക്വൽ ടു ഇൻറ്റു ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ 30/2 = 15. അപ്പോൾ x കിട്ടി 15. ഇനി y കാണണം. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ x ഈക്വൽ ടു 15. ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഒന്നാമത്തെ ഇക്വേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ x അറിയാം 15. അപ്പോൾ 15 + y = 26. y = 26 - 15 = 11. അപ്പോൾ നമുക്ക് x കിട്ടി 15, y കിട്ടി 11. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറയണത് വെച്ചാൽ, ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് 40 ഒരു വശം എന്ന് പറഞ്ഞാൽ മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതൽ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വശം ആദ്യം എന്താക്കി എടുക്കുക? എക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പം ഞാൻ ആദ്യം വീതി പറഞ്ഞ സൈഡ് ബ്രെഡ്ത്ത് എന്താക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. അപ്പോൾ മറ്റേ വശം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ലെങ്ത്ത് അല്ലെങ്കിൽ നീളം. ഒരു വശത്തേക്കാൾ എത്ര കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 8. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 8. നമുക്കറിയാം, നമ്മൾ ചതുരത്തിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് മുന്നേ. എന്തായിരുന്നു? 2 × L + B. ഇനി ഈ ഇക്വേഷനിൽ തന്ന വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നീളം എത്ര, വീതി എത്ര എന്ന് കണ്ടെത്തുക. നമുക്ക് ചുറ്റളവ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 40. അപ്പോൾ അവിടെ എഴുതി 40 = 2 × നീളം എത്രയാണ്? x + 8 + വീതി x = 40. ഇനി 40 അവിടെ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 40 = x + x, x + x 2x. അപ്പോൾ 2 × 2x + 8. ഇനി ഇവിടെ ഗുണിക്കണം. 2 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം. അപ്പോൾ 40/2 = 2x + 8. 40/2 40ൻ്റെ പകുതി 20 = 2x + 8. ഇനി +8 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ -20 - 8 20 - 8 2x. 21 8 പോയാൽ 12. 12 = 2x. ഇൻറ്റു x ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ചെയ്ത് 12/2 = x. എത്രയാണ് 12/2 പറഞ്ഞാൽ? 6 = x. x എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. നമുക്ക് കിട്ടി 6 എന്ന് കിട്ടി. ഇനി നീളം കാണണം. നീളം അല്ലെങ്കിൽ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്താ കൊടുത്തിരിക്കുന്നത്? 8 കൂടുതലാണ്. അപ്പോൾ x + 8 എന്ന് എഴുതി. x എത്രയാണ്? 6. അപ്പോൾ 6 + 8. 6 + 8 എത്രയാണ്? 14. അപ്പോൾ നമുക്ക് കിട്ടി വീതി 6ഉം നീളം 14 ആയിരിക്കും. നാലാമത്തെ ചോദ്യം എന്താ പറയണത് വെച്ചാൽ, ഒരു 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി. ആ കമ്പീനെ ഞാൻ മുറിച്ച് ഒരു സമചതുരവും ഉണ്ടാക്കി. ഒപ്പം ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കിയപ്പോൾ ഈ സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണം അഥവാ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെയും വശങ്ങൾ തുല്യമാണ്. അതായത് ഇത് എത്രയാണോ അളവ് അത് തന്നെയായിരിക്കും ഈ ത്രികോണത്തിനും ഉണ്ടായിരിക്കുക. എക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ വശങ്ങളും എന്താണ്? എക്സ്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെയും എക്സ് ആണ്. അപ്പം നമുക്കറിയാം വശം അല്ലെങ്കിൽ സൈഡ് എത്രയാണ്? എക്സ് ആണെന്നറിയാം. സമചതുരത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ്, സമചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എങ്ങനെ കാണുക? 4 സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ
4 ഇൻറ്റു എക്സ്. ഇനി സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്, ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് 3 സൈഡ് ഉണ്ട്, എല്ലാതും തുല്യമാണ്. അപ്പോൾ 3x. ഇനി നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ടോട്ടൽ കമ്പിയുടെ നീളം, ടോട്ടൽ വയറിൻ്റെ ലെങ്ത്ത്. ആകെയുള്ള കമ്പി എത്രയെന്ന് അറിയാം. ആകെയുള്ള കമ്പി 3.5 മീറ്ററാണ്. 3.5 മീറ്റർ. ആ 3.5 മീറ്ററിന് സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാക്കുക? 3.5. അപ്പോൾ 3 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ 3 ഇൻറ്റു 100 എത്രയായി? 300 സെൻറ്റിമീറ്ററായി. ഇനി 1/2 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ 1/2 ഇൻറ്റു 100 ചെയ്യുക. 1 ഇൻറ്റു 100 100. 100/2 എത്രയാ? 50 സെൻറ്റിമീറ്റർ വരും. നമുക്ക് എങ്ങനെ പറയാം? 350 സെൻറ്റിമീറ്റർ ആണ് ഇതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ചതുരത്തിൻ്റെയും അതേപോലെ തന്നെ ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? അപ്പോൾ 350 കിട്ടണം. അപ്പോൾ 3x + 4x = 350 സെൻറ്റിമീറ്റർ. 3x കൂടെ 4x കൂട്ടിക്കഴിഞ്ഞാൽ 7x = 350. x ഇൻറ്റു ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ 350/7. 350നെ 7 ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഈ 50 സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണ്? 1/2 മീറ്റർ. അപ്പോൾ ഇതിന് തിരിച്ച് സെൻറ്റിമീറ്ററിൽ പറയുമ്പോൾ 1/2 മീറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് x കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിനും എന്ത് കണ്ടുപിടിക്കണം? ചുറ്റളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ചതുരത്തിന് എത്ര കമ്പി, അതേപോലെ തന്നെ ത്രികോണത്തിന് എത്ര കമ്പി. അപ്പോൾ നമുക്ക് എഴുതാം സമചതുരത്തിന് വേണ്ട കമ്പി. സമചതുരത്തിന് വേണ്ട കമ്പി. ലെങ്ത് ഓഫ് വയർ നീഡഡ് ഫോർ സ്ക്വയർ. എങ്ങനെ എഴുതുക? നമുക്കറിയാം x കിട്ടി, 1/2 അപ്പോൾ 4x ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 1/2. 1 ഇൻറ്റു 4 4. 4/2 എത്രയാണ്? 4/2 2 മീറ്റർ. ഇനി അതുപോലെ ലെങ്ത് ഓഫ് വയർ നീഡഡ് ഫോർ ട്രയാങ്കിൾ, ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്താണ്? 3x. ത്രികോണത്തിന് വേണ്ട കമ്പി, സമഭുജ ത്രികോണത്തിന് വേണ്ട കമ്പി സമം 3 ഇൻറ്റു x ആണ്. അപ്പോൾ 3 ഇൻറ്റു ½ കൊടുക്കുക. 3 ഇൻറ്റു 1 3. 3/2 3ൻ്റെ പകുതി എത്രയാണ്? 1.5 മീറ്റർ ആണ് എന്തിനു വേണ്ടത്? ത്രികോണത്തിന് വേണ്ട കമ്പി എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പെയർ ഓഫ് ഇക്വേഷനിലെ പേജ് നമ്പർ 10 വരുന്ന 4 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.